ഹായ് ഓൾ, വെൽക്കം ടു സേ ചിയേഴ്സ്. ഇന്നത്തെ വീഡിയോ പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റ് ഉണ്ടാക്കി വെക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ വേണ്ടി വരും. ഷോർട്സിൽ മാക്സിമം 3 മിനിറ്റ് ടൈമേ തരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ റെസിപ്പീസും ഷോർട്സിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല ഫുള്ളായിട്ട്. അപ്പോൾ ഫുൾ വീഡിയോ കാണാൻ ലോങ് വീഡിയോയിൽ പോയി കണ്ടോളൂട്ടുള്ളൂ. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ നടുക കയറിയിട്ട് ഇടാൻ പോണത്. ഒരു കടായി ചൂടാക്കിയിട്ട് അതിലൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനും ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളകും ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുരുമുളക് ക്രഷ് ചെയ്തിട്ട് ഇടാൻ പാടുള്ളൂ, ഫൈൻ പൗഡർ ഇടാൻ പാടില്ല. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ചുകൂടെ എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ചിക്കനിന് വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആയിട്ടെങ്കിലും കുഴപ്പമില്ല. ചിക്കൻ ഒരു 10 മിനിറ്റ് കുക്കായ ശേഷം അതിനെ കോരി മാറ്റിയെടുത്തിട്ട് അതേ കടായിൽ നമ്മൾ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായി ഒന്ന് വതക്കുക. എന്നിട്ട് അതിൽ 3 വലിയ ഉള്ളി ചെറിയ സൈസ് എടുത്തിട്ട് അത് നീളത്തിൽ അരിഞ്ഞ് ചേർക്കണം. പിന്നെ ഒരു 3 കൈപ്പിടി നിറയെ ചെറിയ ഉള്ളി എടുത്തിട്ട് അതിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്തണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഉള്ളി വതങ്ങുമ്പോൾ തന്നെ നമ്മളതിൽ 3-4 പച്ചമുളക് നടുകെ കീറിയത് ചേർത്ത് കൊടുക്കണം. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 മതി. ഉള്ളി നന്നായി വതങ്ങിയ പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം. ഈ മസാലയുടെ പച്ചമണം മാറുന്ന വരെ ഒരു 2 മിനിറ്റ് അതൊന്ന് വതക്കിയെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയ പിന്നെ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ചിക്കനിലും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വറുത്ത് വെച്ച ചിക്കനെ ഇതിലേക്ക് അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു 6 വലിയ സൈസ് തക്കാളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തരിതരിപ്പായി പൊടിച്ച കുരുമുളക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കണം. ചിക്കൻ വേകാൻ കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ബാക്കി ലോങ് വീഡിയോയിൽ കണ്ടോളൂ കേട്ടോളൂ. അപ്പോൾ എന്നാൽ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.